ചെയ്യുന്നു. ശാന്തമായ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ആ സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിന്ത നിങ്ങളോട് വേഗത്തിൽ പറഞ്ഞ് ഇരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 56-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കണമേ, അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ? നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനം നാം ധ്യാനിച്ചതാണ്, പക്ഷേ ദൈവാത്മാവ് ഈ പകൽ നിങ്ങളോട് കൈമാറാൻ തന്നൊരു ദൂത് സങ്കീർത്തനത്തിൻ്റെ അകത്തളത്തിൽ നിന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നുള്ള സുപരിതമായ പദങ്ങളാണ്. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം നാം ഉരുവിടാൻ ശ്രമിക്കാറുള്ള ആ പദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ആശ്വാസവും അതിലുപരിയായി ദൈവിക ധൈര്യമൊക്കെ നൽകുന്ന പദങ്ങളാണ്. വേദപുസ്തകത്തിനകത്ത് ദാവീദിൻ്റെ ഒട്ടനവധി സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സങ്കീർത്തനങ്ങൾ ദൈവസന്നിധിയിൽ പാടിയ ഒരു മനുഷ്യനാണ് ദാവീദ് രാജാവ്. വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സങ്കീർത്തനമാണ് 56-ാം സങ്കീർത്തനം. അവിടെ ദാവീദ് ദൈവത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ദൈവത്തോട് ദാവീദ് ഒരു കാര്യം ചോദിക്കുകയാണ്. 2, ദൈവസന്നിധിയിൽ അവൻ 1 പ്രത്യാശയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ പദമെന്ന് പറയുന്നത് ദാവീദിൻ്റെ ദൈവത്തോടുള്ള വിശ്വാസമാണ്. 2-ാമത്തെ വാക്ക് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാൻസ് എന്ന് പറയുന്നത് ദാവീദ് ദൈവത്തോട് കഴിക്കുന്ന പ്രാർത്ഥനയാണ്: എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കണമേ. 3-ാമത്തെ പദമെന്ന് പറയുന്നത് ദാവീദ് ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുകയാണ്: ദൈവമേ, ആ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലുള്ളപ്പോൾ തന്നെ അതിനെപ്പറ്റി നീ നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലയോ? 3 കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഭക്തനായ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ അവസ്ഥകൾക്കകത്തു നിന്ന് ദാവീദ് പറയുകയാണ്: എനിക്കൊരു ദൈവമുണ്ട്. അവൻ്റെ പ്രത്യേകത, അവൻ എൻ്റെ ഉഴൽച്ചകളെ, എൻ്റെ കഷ്ടതകളെ എണ്ണി അറിയുന്ന ദൈവമാണ്. ഈ പകൽക്കാലം, ഈ 10-ാമത്തെ മാസത്തിലും അവസാനത്തെ ഞായറിൽ നിൽക്കുമ്പോഴും ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൂതുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ ഉറയ്ക്കാൻ, പ്രത്യാശ വയ്ക്കാൻ, നമുക്ക് ദൈവസന്നിധിയിൽ ധൈര്യപ്പെടാൻ ഒരു ഉറപ്പ് ദൈവം തരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഉഴൽച്ചകളെ എണ്ണുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വാസമുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ആ സങ്കീർത്തന ഭാഗത്തിൻ്റെ പശ്ചാത്തലം നാം തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ ഈ സങ്കീർത്തനത്തിൻ്റെ ആഴമെത്രയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പ്രിയരെ, ഇതുപോലൊരു ആരാധന ഹാളിനകത്ത് വന്നിരുന്ന് കൈയടിച്ചു പാടിയപ്പോൾ പാടിയൊരു സങ്കീർത്തനമല്ല. കേവലം സമർത്ഥിക്കകത്ത് രാജകൊട്ടാരത്തിനകത്തിരുന്ന് ദാവീദ് പാടി ദൈവത്തെ സ്തുതിച്ച ഒരു സങ്കീർത്തനമല്ല. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം 1 ശമൂവേലിൻ്റെ പുസ്തകം 21-ാം അധ്യായം, 1 ശമൂവേലിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒരാൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. 1 ശമൂവേലിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: പിന്നെ ദാവീദ് പുറപ്പെട്ട് അന്ന് തന്നെ ശൗലിൻ്റെ നിമിത്തം ഗത്ത് രാജാവായ അഖീഷിൻ്റെ അടുക്കൽ ഓടിച്ചെന്നു. മതി പ്രിയരെ, ശ്രദ്ധിക്കണം. ദാവീദ് ഈ സങ്കീർത്തനം രചിക്കുന്ന പശ്ചാത്തലമെന്ന് പറയുന്നത് ദാവീദ് ശൗലിനെ ഭയന്ന്, ശൗലിൻ്റെ പടയാളികളെ ഭയന്ന്,
നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 23-ാം സങ്കീർത്തനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മരണനിഴലിൻ്റെ താഴ്വര എന്നൊക്കെ ദാവീദ് പറയുന്ന അതുപോലെ മരണത്തെ മുന്നിൽ കാണുന്നൊരു സന്ദർഭം. അവിടെ ദാവീദിൻ്റെ കൂടെ കൂട്ടാളികളില്ലായിരുന്നു. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. ദാവീദ് ഗത്തിലേക്ക് ഓടിപ്പോകുന്ന സമയത്ത് ദാവീദിൻ്റെ കൂടെയുള്ള കൂട്ടാളികൾ, ദാവീദിൻ്റെ മക്കൾ ആരും തൻ്റെ കൂടെയില്ല. ദാവീദ് ഗത്തിലേക്ക് ഓടിപ്പോയി. ഗത്തിന്റെ ഗത്ത് ദേശത്തൊരു ഗുഹയ്ക്കകത്ത് ദാവീദ് ഇസ്രായേലിൻ്റെ പ്രഭുവായി തിരഞ്ഞെടുക്കപ്പെട്ടവൻ ആരെന്ന് ശ്രദ്ധിക്കണം. അഭിഷേക തൈലം വീണവൻ, അഭിഷേകത്തിൻ്റെ തൈലം വീണ് ഇശായിയുടെ കൂടാരത്തിനകത്തുനിന്ന് ഇസ്രായേലിൻ്റെ രാജാവിനെ കണ്ടെന്ന് ശമൂവേലിനോട് പറഞ്ഞ, അല്ലെങ്കിൽ ശമൂവേലിൻ്റെ തൈലക്കൊമ്പിനാൽ അഭിഷേകം പ്രാപിച്ച അതേ ദാവീദ് അവൻ്റെ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിനകത്ത് ഒരു അഭിഷിക്തൻ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു താഴ്ചയുടെ അനുഭവത്തിലേക്ക് ആ അഭിഷിക്തൻ തള്ളപ്പെടുകയാണ്. ഗത്തിലേക്ക് താൻ ഓടിപ്പോകേണ്ട അവസ്ഥ വരികയാണ്. തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, തനിക്ക് ജയ് വിളിച്ചവർ, ഒരു കാലത്ത് ജയ് വിളിച്ചത് ഇങ്ങനെയാണ്: ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദ് ഗോലിയാത്തിന്റെ തലയെ അറുത്തിടുമ്പോൾ ആയിരക്കണക്കിന് പേർ ഒരുമിച്ച് നിന്ന് ദാവീദിന് ചുറ്റും നിന്ന് ജയ് വിളിക്കുമ്പോൾ അവൻ്റെ ശുശ്രൂഷയെ, അവൻ്റെ ജീവിതത്തിന് ദൈവം കൊടുത്ത സമർത്ഥിയൊക്കെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരു ഗത്തിന്റെ അനുഭവം വരികയാണ്. ആ ഗത്തിന്റെ ഗുഹയ്ക്കകത്ത് ഒറ്റയ്ക്കിരുന്ന സമയത്ത് ദാവീദ് ഒരു വാർത്ത കേൾക്കുകയാണ്. ദാവീദ് കേട്ട വാർത്ത ഇങ്ങനെയാണ്: തൻ്റെ അമ്മായിയപ്പനായ ശൗല് ദാവീദിനെ തിരഞ്ഞ് ഗത്തിലേക്ക് വരികയാണ്. ഗത്തിലേക്ക് ദാവീദിനെ തിരഞ്ഞ് എന്തിനാണ് വരുന്നത്? അവൻ്റെ നന്മ ചെയ്യാനല്ല പ്രിയരെ, അവനെ തകർത്ത് കളയാനെന്ന ലക്ഷ്യത്തിൽ അവനെ ചേർത്തു നിർത്തേണ്ടവർ അവന്റെ തകർച്ച കാണാൻ കൊതിച്ച് ഗത്തിലേക്ക് വരുമ്പോൾ പ്രാണഭയത്താൽ ദാവീദ് പാടുന്നൊരു സങ്കീർത്തനമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനൊരു ദൂത് കൈമാറാം. ചേർത്ത് നിർത്തേണ്ടവരും നല്ല വാക്ക് പറഞ്ഞ് കൂടെ നിർത്തേണ്ടവര്, നിന്റെ കൂടെ ഇല്ലാത്ത ജീവിതത്തിന്റെ ഗത്തുകൾ വെളിപ്പെടുമ്പോൾ ഈ പകൽക്കാലം എനിക്ക് പറയാനൊരു ദൂതുണ്ട്. നിന്റെ ഉഴൽച്ചകളെ എണ്ണുന്നൊരു ദൈവമുണ്ട്. നിന്റെ താഴ്ചകളെ എണ്ണി അറിയുന്നൊരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ വേദനകൾക്കകത്ത് ആരും കൂടെ ഇല്ലേലും കൂടെ വരുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ ദൈവത്തെ നന്നായി ഒന്ന് സ്തുതിക്കണം, ആ ദൈവത്തെ നന്നായി ആരാധിക്കണം. ഈ പകൽക്കാലം പ്രിയരെ, നന്മയുള്ളപ്പോൾ മനുഷ്യൻ കൂടെ കാണും. അഭിഷേക നിന്റെ തലയിൽ വീഴുമ്പോ, ഗോലിയാത്തിന്റെ തല അറുത്തെടുക്കുമ്പോ ആയിരക്കണക്കിന് പേർ നിന്റെ പുകഴ്ച ഉയർത്തി വിളിച്ചു പറയൂ. പക്ഷെ ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ അകത്തളത്തിൽ, ജീവിതത്തിൽ ആരുമില്ലാത്ത ഒറ്റപ്പെടലിന്റെ ഗത്തുകൾ വെളിപ്പെടുമ്പോ അവിടെ നീ ഒറ്റയ്ക്കായി പോകുന്ന സാഹചര്യത്തിന്റെ അകത്തളത്തില് നിന്റെ ഉയർച്ചകളെ എണ്ണുന്ന, ഉയർച്ചകളെ എണ്ണി അറിയുന്ന ഒരു ദൈവമുണ്ടമ്മ. ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ നോക്കി ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. ദാവീദ് നോക്കിയപ്പോൾ ഇന്നലെ വരെ ഉള്ളവർ കൂടെയില്ല, ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവരാരുമില്ല. ഗത്തിന്റെ ഒരു ഗുഹയ്ക്കകത്ത് അവൻ ഒറ്റയ്ക്കാണ്. ആ ഗുഹയ്ക്കകത്ത് അവൻ ഭയക്കുന്നൊരു വാർത്ത കേൾക്കുകയാണ്. ആ ഗത്തിന്റെ ഗുഹയ്ക്കകത്തിരുന്ന് അവൻ ഭയക്കുന്നൊരു വാർത്ത കേട്ടു. നിന്നെ തകർത്ത് കളയാൻ ശൗലും ശൗലിൻ്റെ കൂട്ടാളികളും ശൗലിൻ്റെ സൈന്യവും നിനക്കെതിരെ എഴുന്നേറ്റു വരികയാണെന്ന്. ഈ പകൽക്കാലം ഒരു ദൂത് ഞാൻ പറയട്ടെ. പ്രതീക്ഷിക്കാത്ത സമയത്ത് നീ കേൾക്കുന്ന ചില വേദനാജനകമായ വാർത്തകളിൽ കൂടെ നിൽക്കേണ്ടവർ പോലും ചേരിതിരിഞ്ഞ് നിനക്കെതിരെ പദ്ധതി ഒരുക്കുന്നു എന്ന് നിന്റെ ഹൃദയത്തെ തകർക്കുന്ന ചില വാർത്തകളിൽ അവിടെയും ഉറച്ചു വിശ്വസിച്ചു. ഒരായുധവും നിനക്കെതിരെ ഫലിക്കത്തില്ല കേട്ടോ. ശത്രു ഒരുക്കുന്ന ഒരായുധവും നിന്റെ കൂടാരത്തിന് നേരെ ഫലിക്കത്തില്ല. ഒരു വ്യക്തി ഒരുക്കുന്ന ഒരായുധവും നിന്റെ സഭയ്ക്ക് നേരെ ഫലിക്കത്തില്ല. നിന്നെ ഒന്ന് വീഴ്ത്തിക്കളയാ, നിന്നെ ഒന്ന് തകർത്ത് കളയാ, നിന്റെ കുടുംബത്തെ ഒന്ന് തീർത്ത് കളയാ, നിന്റെ തലമുറയൊന്ന് തീർത്ത് കളയാ, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തെ ഒന്ന് ബ്ലോക്ക്
ലോക്കി കളയോ, നിന്റെ അഭിഷേകത്തെ ഒന്ന് ചോർത്തിക്കളഞ്ഞ് കൊള്ളാമെന്ന് കരുതി ഒരു കൂട്ടം പേർ പദ്ധതി ഒരുക്കിയാൽ ഈ പകൽ ആത്മാവിനൊരു ദൂത് കൈമാറാനുണ്ട് കുഞ്ഞേ. എത്ര വലിയ സൈന്യം നിനക്കെതിരെ പാളയമിറങ്ങിയാൽ നീ നിർഭയനായിരിക്കും. നിനക്ക് മേലെ യുദ്ധം നേരിട്ടാല് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം, ശക്തിയോടെ ഈ ദൂതിനാമേൻ പറയണം. ഈ പകൽക്കാലം ശത്രു ഉണ്ടാക്കും ആയുധങ്ങളെ ദൈവം നിഷ്ഫലമാക്കാൻ പോകുകയാണ്. ശത്രു ഒരുക്കിയ ചില ആയുധങ്ങളെ ദൈവം നിഷ്ഫലമാക്കാൻ പോകുകയാണ്. ലോകരാജ്യങ്ങളിൽ നിന്ന് എന്നെ ശ്രമിക്കുന്നവർ, ഇനി ശ്രമിക്കാൻ പോകുന്നവർ, യാഥാർത്ഥികമായി സത്യസംഭവമായി ദൈവത്തെ സ്തുതിക്കാൻ ഇതിനകത്തോടി കയറിയവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ ശത്രു ഒരുക്കുന്ന സകല ആയുധങ്ങളും വൈഷബരബലഘടക ധുരീഖമനബലഘടക ഓറിമാനധാരകൽഖമാനധാരകച്ഛവായിടമ അടജാരികംഛേരികൽഖമനബലഘടക അർധുരീഖമനബലഘടക ധുരീഖമനബലഘടക അർത്ഥാരികൽഖമനബലഘടക ധുര്യാരികൽഖമനബലഘടക അർത്ഥാമനാരികൽഖമനബലഘടക ധുരീഖമനബലഘടക ഓ റിബാരബല ചാരമന തിരമന Oh, Shamara Balaga. Yes, yes, Rikama Baba Ram Thuri Kamana Bada Arthara Badagadaga Ram Taragal Kamana Balagadaga Rimana Balagadaga, Thuri Kamana Balagadaga, Bararigal Kamana Balagadaga, Shabara Balagadaga, Bararigal Kamana Balagadaga. പ്രിയരെ, ഒത്തിരി രാത്രികൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചില്ലേ? ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് ഇമ്മീ അനുഭവിക്കുന്ന ഗത്തിന്റെ അവസ്ഥകൾക്കകത്ത് നീ ഒത്തിരി പിടിച്ചു നിൽക്കാൻ നോക്കിയില്ലേ? ഒത്തിരി ശ്രമിച്ചിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണോ ഈ ശബ്ദം ഈ പകൽക്കാലം നീ കേൾക്കുന്നത്? ഇന്ന് പകൽക്കാലം നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്ന് നീ തോന്നുന്ന നിന്റെ സാഹചര്യത്തിനകത്ത് ദാവീദ് പറയുക, അവിടെ ഇന്നിനെ എണ്ണി അറിയുന്നൊരു ദൈവമുണ്ട്. നിന്റെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രാത്രികളെ എണ്ണി അറിയുന്നൊരു ദൈവമുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഗത്തിന്റെ അനുഭവത്തെ എണ്ണി അറിയുന്നൊരു ദൈവമുണ്ട്. ഒരു ഉറപ്പ് ഞാൻ പറയാ, എന്നും രാത്രിയല്ല കുഞ്ഞ്, എന്നും രാത്രിയല്ല, എന്നും കാർമേഘങ്ങൾ ആമെ മൂടിക്കെട്ടിയ അവസ്ഥകളല്ല. ആ കാർമേഘത്തിന്റെ മടുവിലൂടെ നീ മിന്നുന്നൊരു സൂര്യന്റെ ശോഭ നിന്റെ ജീവിതത്തിനകത്ത് നീതി സൂര്യ രോഗോപശാന്തിയോടെ ഉദിച്ചുയരുന്ന ഒരു പകൽ നിനക്ക് വെളിപ്പെടും കേട്ടോ. ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, ഈ ഗത്തിൽ ഞാൻ ഒതുങ്ങില്ല, ഈ ഗത്തിൽ ഞാൻ ഒതുങ്ങില്ല. രാജസനവിൽ എന്നെ ദൈവം ഇരുത്തുന്നൊരു സമയമുണ്ട്. പ്രിയരെ, ദാവീദിന്റെ അഗ്യത്തിന്റെ അനുഭവത്തെ പറ്റി രണ്ട് വാക്കിൽ ഇങ്ങനെ പറയാം: ഉറക്കമില്ലാത്ത രാത്രികൾ, ഒറ്റപ്പെട്ട ജീവിതത്തിൻ്റെ അവസ്ഥകൾ. ഒന്ന്, ഉറക്കമില്ല, ഉറങ്ങാൻ കഴിയില്ല, കാരണം മരണം മുൻപില. ശത്രു പാളയമിറങ്ങിയിരിക്കുക, ശത്രു ചുറ്റും പച്ചതീട്ടിരിക്കുക. എങ്ങനെയാ ഗുഹയ്ക്കകത്ത് മമ്മായി ഉറങ്ങാൻ കഴിയുന്നത്? ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, എത്രയോ നാളായി മമ്മായി ഒന്ന് ഉറങ്ങിയിട്ട്, എത്രയോ നാളായി സന്തോഷത്തോടെ ഇന്ന് ആഹാരം കഴിച്ചിട്ട്, എത്രയോ ദിനരാത്രങ്ങളായി ഒന്ന് നന്നായി ഒന്ന് ചിരിച്ചിട്ട്, മറ്റുള്ളവരുടെ മുൻപിൽ ആമേൻ അഭിനയിച്ച് ചിരിക്കുന്ന കാര്യമല്ല കുഞ്ഞെ പറഞ്ഞത്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിനകത്ത് ഒന്ന് മമ്മായി ഉറങ്ങാൻ കഴിയാതെ, മമ്മായി ഒന്ന്
ആഹാരം കഴിക്കാൻ കഴിയാതെ ഒന്ന് ചെറുത്തു പിടിക്കാൻ ആരുമില്ലാത്ത ഒറ്റപ്പെടലിന്റെ അകത്തളത്തിൽ ഭക്തൻ പറയുന്ന പ്രാർത്ഥന കേട്ടോ, എന്റെ കണ്ണുനീർ അവൻ തുരുത്തിയിലാക്കി വച്ചിട്ടുണ്ട്. ഈ പകൽ ഉറപ്പിച്ചോണം കേട്ടോ, ആരുമില്ലാത്ത ഏകാന്തതയ്ക്കകത്ത് ഒരു മുറിക്കകത്ത് നീ കിടന്ന് കരയുന്ന ഒറ്റപ്പെടലിന്റെ വനാമരത്തിനകത്ത്, ഒറ്റപ്പെടലിന്റെ ഗത്തിന്റെ ഗുഹയ്ക്കകത്ത് നീ കരയുന്ന ഓരോ തുള്ളി കണ്ണുനീര് അവന്റെ തുരുത്തിയിൽ ഭദ്രമാണ്. ഈ പകൽ ആരുടെയൊക്കെ ശിരസിൽ കൈവച്ചു ദൈവം ദൂത് പറയുക, കുഞ്ഞെ നീ കരയുന്ന ഓരോ കണ്ണുനീർ തുള്ളികള് എന്റെ ദൈവത്തിന്റെ തുരുത്തിയിൽ അവ വിലയേറിയ ശ്രേഷ്ഠമേറിയ നിന്റെ നിക്ഷേപമാ എന്റെ ദൈവം ശേഖരിച്ചു വച്ചിട്ടുണ്ട്. Sleepless nights, loneliness caves, ഒറ്റപ്പെട്ട ഗുഹ, ഉറക്കമില്ലാത്ത രാത്രി, ഗത്തിന്റെ ഗുഹയ്ക്കകത്ത് ദാവീദ് കിടക്കുമ്പോൾ പുറത്തൂടെ ചേർത്ത് നിർത്തേണ്ട എൻ്റെ ഭാഷയിൽ പറഞ്ഞ മോഹന വാഗ്ദാനം നൽകി. എന്താ മോഹന വാഗ്ദാനം? രാവിലെയും പകലും ഏലാ താഴ്വരയ്ക്കകത്ത് ഒരു ഫെലിസ്ത്യൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഫെലിസ്ത്യനെ കണ്ട് ഇസ്രായേൽ സകലതും യഹൂദന്മാർ സകലരും ഭയക്കുമ്പോൾ, ശൗലും ശൗലിന്റെ പടയാളികളും ഭയന്നു നിൽക്കുമ്പോൾ, ശൗൽ എഴുന്നേറ്റ് നിന്ന് പറയുക, ഇസ്രായേലിന്റെ നടുവിൽ ഈ ഫെലിസ്ത്യനെ തകർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ തകർക്കുന്ന ഒരുവൻ ഫെലിസ്ത്യനെ തകർത്തു കഴിഞ്ഞാൽ ഞാനിരിക്കുന്ന സിംഹാസനം ഞാനിരിക്കുന്ന രാജസിംഹാസനത്തിൽ അവനെ ഞാൻ ഇരുത്തും. ഞാൻ വച്ചിരിക്കുന്ന രാജകീയ കിരീടം അവൻ്റെ തലയിൽ ഞാൻ വയ്ക്കും. ഞാൻ അണിഞ്ഞിരിക്കുന്ന രാജകീയ മുദ്രമോതിരം അവൻ്റെ വിരലിൽ മേൽ അടിയിക്കൂ. അതും പോരാഞ്ഞിട്ട് ശൗലിന്റെ മോഹന വാഗ്ദാനം കേൾക്കണു, എൻ്റെ മകളെ ഞാൻ അവന് വിവാഹം ചെയ്തു കൊടുക്കൂ. ഇതെല്ലാം പറഞ്ഞ ശൗല ഇന്ന് കേട്ടോ, ഈ ദാവീദിനെ തകർക്കാൻ ശ്രമിക്കുക. കുഞ്ഞെ, ഞാൻ ഇങ്ങനെ പറയുക, ചേർത്ത് നിൽക്കുന്നവരെല്ലാ കാലവും കൂടെ കാണുമെന്ന് നീ ചിന്തിക്കരുത്. ഇന്ന് പകൽക്കാലം മോഹന വാഗ്ദാനം നൽകി, നിന്റെ കൂടെ കാണുമെന്ന്, നിന്നെ ചേർത്ത് നിർത്താമെന്ന്, ഏത് താഴ്ചയിലും നിന്നെ കരം നീട്ടി പിടിക്കാമെന്ന് പറയുന്ന സകലരും പിൻവലിഞ്ഞു പോകുന്ന ജീവിതത്തിന്റെ ഗത്ത് വെളിപ്പെടുമ്പോ അവിടെ നിന്റെ ഉയർച്ചകളെ എണ്ണുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം മനുഷ്യന്റെ വാക്ക് വിശ്വസിക്കാതെ ദൈവിക വാഗ്ദത്തത്തിൽ നീ വിശ്വസിച്ച ഈ പകലൊരു ദൂത് ഞാൻ കൈമാറാ. പിന്നെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തി മാനിക്കുന്നൊരു ദൈവത്തിന്റെ കാര്യം ഇതിനകത്ത് ആഴമായി ചലിക്കുകയാണ്. ഇന്ന് പകൽ മാനുഷിക പദ്ധതികള് എന്റെ ദൈവം പൊളിച്ചിട്ട് ദൈവിക പദ്ധതി ഈ ആലയത്തിന്റെ നടുവിൽ ഇറങ്ങി വരികയാണ്. വലിയ ദൈവ സാന്നിധ്യം, വലിയ ദൈവിക പദ്ധതികൾ ഈ പകൽ ചിലരുടെ ജീവിതത്തിനകത്ത് ആഴമായി വെളിപ്പെടുകയാണ്. We surrender yourself before you, Lord. ഈ പകൽക്കാലം ഞങ്ങളെ തന്നെ സറണ്ടർ ചെയ്യുകയാണ്. ഞങ്ങളെ ആലയം മുറ്റുമാ ഞങ്ങൾ സറണ്ടർ ചെയ്യുകയാണ്. ഈ പകൽ മാനുഷിക പദ്ധതികളൊന്നും വേണ്ടപ്പാ. ഈ പകൽ ദൈവിക പദ്ധതി ഇന്ന് പകൽ ഞങ്ങളുടെ ആലയത്തിനകത്ത് ആക്ടിവേറ്റ് ആയിക്കൊള്ളട്ടെ, ആക്ടിവേറ്റ് ആയി തുടങ്ങട്ടെ. വൈഡബാല ഹർത്തമാന കരമടിക്കുമെങ്കിൽ മമ്മായി ഈ ദൂത് പൂർണ്ണ കൃപയത്തെ തൊട്ട ഈ ദൂതിനാമേ പറയാം. എല്ലാവരും കൈയടിക്കുമ്പോൾ കൊണ്ട് കൈയടിക്കരുത്.
ഈ പകൽ ഹൃദയത്തെ തൊട്ട് നീ ആരാധിച്ച വലിയ ദൈവിക ചലനങ്ങൾ പ്രിയരെ, ദൈവാത്മാവ് വ്യക്തമായൊരു ദൂത് ഈ പകൽക്കാലം കൈമാറുക. മനുഷ്യന്റെ പദ്ധതികൾ ഈ പകൽക്കാലം പൊളിയും. ദൈവിക പദ്ധതി നിന്റെ മേൽ ആക്ടിവേറ്റ് ആകും. മനുഷ്യന്റെ പദ്ധതികൾ ഈ ആലയത്തിൽ നിന്ന് ക്യാൻസൽ ആകും. ഓ, മനുഷ്യനിട്ട മുൻവിധികൾ ക്യാൻസൽ ആകും. മൗ റാംധാരകൾ കമനബലഘടക റാംധാരഘധാരകൾ കമ വറാം ശുരിഖമനബലഘടക. വലിയ ദൂതന്മാരുടെ വിസിറ്റേഷനുകൾ ഈ പകൽ സംഭവിക്കുക. ദൂതന്മാരുടെ വിസിറ്റേഷനുകൾ ഈ പകൽ സംഭവിക്കുക. ഈ സന്ദേശം കേൾക്കുന്നവരുടെ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ദൂതന്മാർ ഇതിനെ ശുശ്രൂഷിക്കാൻ ഇറങ്ങി വരിക. ഹോ റംസബാല, വ്യക്തമായി ദൈവം അവരെ കാണിക്കുമോ? ചില പച്ചപ്പായ ഇടങ്ങളിലേക്ക്, ചില സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ദൈവാത്മാവ് നിന്നെ നടത്താൻ പോകുക. നിന്റെ കുടുംബത്തെ ദൈവാത്മാവ് നടത്താൻ പോകുക. ഇതുവരെ കണ്ടവല്ല കുഞ്ഞ്, ഇനി കാണാൻ പോകുന്ന വാർത്തത്ത് ഇതുവരെ നീ അനുഭവിച്ചവല്ല, ഇതുവരെ കേട്ട വാർത്തകളല്ല, നീ കാണാൻ പോകുക. നിന്റെ കണ്ണവ് കാണാൻ പോകുക. ഏത് കണ്ണ് കഷ്ടവ കണ്ടു, അവയെ കണ്ണുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉയർന്നു വരുന്നു. വലിയ വലിയ ഭവനങ്ങൾ പണിത് ദൈവിക ദൂതന്മാർ ആരുടെയൊക്കെ കരത്തിലേൽപ്പിക്കുന്നു. നിന്നെ ഓട്ടിക്കുമെന്നും നിന്നെ ചിതറിക്കുമെന്ന് പറഞ്ഞ ദേശത്ത് നിന്റെ തലമുറകളുടെ ഭാവി കാണിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച വ്യക്തികളുടെ മധ്യത്തിൽ നിന്റെ ശുശ്രൂഷ പുറത്തു കൊണ്ടുവരത്തില്ലെന്ന് വാദിച്ച ഇടത്ത് നിന്റെ സഭ പണിയപ്പെടുന്നു. ദൈവരാജ്യം ഈ പകൽ ഇതിനകത്ത് ഇറങ്ങി വരികയോ. ഓ, കൂട്ടമായി നിലവിളി ഉയർത്തുമെന്ന് വെല്ലുവിളിച്ച ചില കൂടാരങ്ങൾക്കകത്ത് ഈ പകൽ ദൂതനിറങ്ങി ചില കെട്ടുകൾ ഈ പകൽ കാലം അടിച്ചു മാറ്റി ചിലവിനെ കരം പിടിച്ചു പുറത്തിറക്കുക. Angelic visitations are happening. Ribarabara thuri khamana baraga. Rathuri khamana baraga daga barabara. Shabara bara baraga daga baragal khaba. Ribarabara tharagal khamana baraga. Yes. Ribala. Ribana thuri khamana. Shabara tharagal khaba. പ്രിയരെ, ചേർത്ത് നിർത്തേണ്ടവർ നമുക്കെതിരെ യുദ്ധത്തിന് വരും. ഹല്ലേലൂയ. ശത്രുവിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണ്. ഏറ്റവും വലിയ പദ്ധതി എന്തെന്നറിയണോ? പുറത്തുള്ള ശത്രുവിനെ യുദ്ധത്തിന് കൊണ്ടുവരികയല്ല, ചേർത്ത് നിൽക്കുന്നവരെ ശത്രുക്കളായി മാറ്റും. ഹലോ, നമ്മളറിയില്ല അവർ ശത്രുക്കളായി മാറിയത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അവരറിയില്ല അവർ പോലും നമുക്കെതിരെ യുദ്ധം ചെയ്യുന്നുവെന്ന്.
ആമേൻ, ഹല്ലേലൂയ. ഓരോ ഭവനത്തിനകത്ത് പാർക്കുന്നവർ തന്നെ പരസ്പരം ശത്രുക്കളായി മാറും. എങ്ങനെയാ ശത്രുക്കളായി മാറുന്നേ? ശത്രു ഹൃദയത്തിനകത്ത് അസൂയയുടെ വിത്തിട്ട് കൊടുക്കും. ആ വിത്ത് ഹൃദയത്തിനകത്ത് കിടന്ന് മുളയ്ക്കും. ഹലോ, ഒരേ ആലയത്തിനകത്ത് ആരാധിക്കുന്നവർ തന്നെ ശത്രുക്കളായി മാറും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ പ്രിയരെ? ഒരേ ഭവനത്തിൽ പാർക്കുന്നവരാണ് ദാവീദും ശൗലും. കാരണം ശൗലിൻ്റെ മകളുടെ ഭർത്താവാണ് ദാവീദ്. ഇന്ന് സൈന്യമായി ഇറങ്ങി വന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സ്വന്തം മരുമോനെ കൊന്നുകളയാനാ. എമ്പിനു വേണ്ടി? അവനേക്കാൾ വളരുമോ എന്നൊരു തോന്നൽ, അവനൊരു വെല്ലുവിളിയാകുമോ എന്നൊരു തോന്നൽ. ഞാൻ ഇന്ന് പകൽക്കാലം ഒരു ദൂത് ഞാൻ ഇങ്ങനെ പറയാം. ഹലോ, പുറത്ത് നിന്ന് തകർക്കാൻ നോക്കുന്നവനും അകത്തു നിന്ന് ആയുധം ഒരുക്കുന്ന സകല ആയുധങ്ങളെയും ദൈവം ഈ പകൽ നിഷ്ഫലമാക്കിയിട്ട് അഭിഷേകമുള്ളവനെ പുറത്തു കൊണ്ടുവരുന്ന സീസണുകൾ ഈ പകൽ ദൈവം പ്രവർത്തിക്കും. ഈ പകൽക്കാലം ഈ ദൂത് കൈമാറുമ്പോ ചില ശത്രുവിന്റെ പദ്ധതികൾ ഈ പകൽ വെട്ടേറ്റു വീഴുകയോ. തലമുറകളുടെ ഭാവിക്കവര് വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട് കെട്ടിയ സകല കെട്ടുകളും ഈ പകൽ ഞങ്ങൾ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുക. അതകത്തുമായാലും അത് പുറത്തുമായാലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സകല തലമുറകള് കെട്ടടിഞ്ഞ് സ്വതന്ത്രമാകട്ടെ. ശുശ്രൂഷകളെ ബന്ധിച്ച്, ആലയത്തിന്റെ വളർച്ചകളെ ബന്ധിച്ച് എല്ലാവിധ കെട്ടുകളും ഈ പകൽ ഞങ്ങൾ ശാസിച്ച് ചിന്ത കൊണ്ട്, മനോഭാവം കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, നേർച്ചകൾ കൊണ്ട് ബന്ധിച്ച സകലവിധ കെട്ടുകളോ ഈ പകൽ നിഷ്ഫലം. വലിയ വിടുതലുകൾ ഈ പകൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ഈ സൺഡേ നിന്റെ ചരിത്രം തിരിയുന്ന ഞായറ. ഈ ഞായറാഴ്ച ചുമ്മാ കയറി വന്നവല്ല, പ്രാർത്ഥിക്കുമ്പോ, ആരാപിച്ച് ദൂതേറ്റെടുക്കുമ്പോ നിന്റെ ചരിത്രം തിരിയുന്ന ഞായറ.
യേശുവേ കൃപ കൃപ. പ്രിയരേ, ദാവീദിന് നേരെ വന്ന യുദ്ധം അകത്തുന്ന അവനെതിരെ സൈന്യം ഒരുങ്ങിയത് അകത്തുന്ന. അതവൻ്റെ ഹൃദയത്തെ ഒത്തിരി വേദനിപ്പിച്ചു. അവൻ്റെ ഹൃദയത്തിനകത്ത് ഒത്തിരി മുറിവുകൾ കൊടുത്തു. പല രാത്രികളും ഉറങ്ങാൻ കഴിയാത്ത രാത്രികളായി മാറി. കണ്ണുനീരല്ലാതെ വേറൊന്നുമില്ലാത്ത ജീവിതത്തിൻ്റെ ചില സീസണുകൾ അവന് കൊടുത്തു. ഈ പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയാം പ്രിയരേ, ആരോടും നിന്റെ വേദന പറയാൻ കഴിയാത്ത, ആരോടും വാക്കുകൾ കൊണ്ട് നിന്റെ കഷ്ടത എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത, ആരോടും നിനക്കൊന്നും പറയാൻ പോലും കഴിയാത്ത ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ഉറക്കമില്ലാത്ത രാത്രികൾ വെളിപ്പെടും. ഇന്ന് പകൽക്കാലം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, അങ്ങനെയുള്ള രാത്രികളിൽ മുഴങ്കാലിരുന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിച്ചാൽ, നിന്റെ നാവിൽ നിന്നൊരു വാക്ക് പോലും നിനക്ക് പറയാൻ കഴിഞ്ഞില്ലേലോ, നിന്റെ കണ്ണുനീർ തുള്ളികൾ പ്രാർത്ഥനകളായി മാറും. നിന്റെ കണ്ണുനീർ തുള്ളികൾ അത് പ്രാർത്ഥനകളായി മാറും. നീ ഒഴുക്കുന്ന ഓരോ കണ്ണുനീർ തുള്ളി അതൊരു പക്ഷേ കിടക്കുന്ന കിടപ്പുറയ്ക്കകത്ത് ആ ബെഡ്റൂമിന്റെ മുകളിലിരുന്ന് കരഞ്ഞാൽ, നീ ആഹാരം പാചകം ചെയ്യുന്ന കിച്ചണിൽ നിന്ന് കരഞ്ഞാൽ, ഒരു പക്ഷേ ഹോസ്റ്റലിൽ നിന്ന് ഏതെങ്കിലും സ്കൂൾ വരാമയിൽ നിന്ന് നീ കരഞ്ഞാലും കുഞ്ഞ്, ആ കണ്ണുനീർ തുള്ളികളെ തുരുത്തിയിലാക്കി വയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ നീതിയുണ്ട്. ഒരുപക്ഷെ നീ കരയുന്നത് എൻ്റെ അപ്പൻ കാണുന്നില്ലായിരിക്കാം, നിന്റെ അമ്മ കാണുന്നില്ലായിരിക്കാം, നിന്റെ ഭർത്താവ് കാണുന്നില്ലായിരിക്കാം, നിന്റെ സ്നേഹിതർ തിരിച്ചറിയുന്നില്ലായിരിക്കാം. പക്ഷെ കണ്ണുനീരോടെ കരഞ്ഞോണം കേട്ടോ. ഇന്നുള്ള കണ്ണുനീരിൻ്റെ ആ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, അതൊരിക്കലും തകർച്ചക്കല്ല. ഈ കണ്ണുനീർ തുള്ളികളാണ് ഭാവിയിൽ നീ കൊയ്ത് 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 ഇന്ന് നീ കണ്ണുനീരോടെ കരയുന്നതാണ് നിന്റെ ഭാവിയെ നിർണയിക്കുന്ന വലിയ കൊയ്ത്തുകളായി മാറുമെങ്കിൽ, ഈ പകൽ കണ്ണുനീരോടെ കരഞ്ഞവരോട് ഈ പകൽ ദൈവത്തിനൊരു ദൂതുണ്ട്, കൊയ്യാൻ റെഡിയായിക്കോ. ഈ കണ്ണുനീരുകൾ വലിയ കൊയ്ത്തുകളായി മാറും. ആമേൻ. പ്രിയരേ, ഗത്തിലുള്ള ഗൃഹക്കകത്ത് ദാവീദ് ശൗലിനെ ഭയന്നിരിക്കുക. അപ്പോൾ ദാവീദിനൊരു അറിവ് കിട്ടി. ആ ഗത്തിൽ ശൗലും ശൗലിൻ്റെ സൈന്യവും എത്തി. ആര് വരരുത്, ആരെത്തരുത്, ഒരിക്കലും അവർ എന്നെ കണ്ടുപിടിക്കരുതെന്ന് ശൗല് ചിന്തിച്ചോ, അതവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. ഞാനിങ്ങനെ പറയാം പ്രിയരേ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നങ്ങളുണ്ട്. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, വന്നിരുന്ന് ഉറങ്ങി എഴുന്നേറ്റ് പോകുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി ഒരു 10 മിനിറ്റെങ്കിലും ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥനയിലെ ഒരു ചെറിയ വാചകമായിരിക്കും, കർത്താവേ അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുതേ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലേ? ഒരിക്കലും എൻ്റെ ഭാവിയിൽ അങ്ങനെ സംഭവിക്കല്ലേ, ഒരിക്കലും എൻ്റെ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ സംഭവിക്കല്ലേ, ഒരിക്കലും എൻ്റെ കുടുംബത്തിനകത്ത് അങ്ങനെ സംഭവിക്കല്ലേ,
ഒരിക്കലും എൻ്റെ തലമുറയിൽ അങ്ങനെ സംഭവിക്കല്ലേ. അതേപോലെ ദാവീദ് ഗത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കാ, ശൗലും സൈന്യവും ഗത്തിലേക്ക് കാലെടുത്തു വയ്ക്കല്ലേ. പക്ഷെ പ്രിയരെ, അവൻ പ്രാർത്ഥിച്ചതിന് വിപരീതമായി അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. അങ്ങനെ സംഭവിച്ചവരുണ്ടോ? ഒരിക്കലും ആഗ്രഹിച്ചില്ല, പ്രാർത്ഥിച്ചതെല്ലാം അത് സംഭവിക്കരുതെന്നാണ്. പക്ഷേ അമ്മേ സംഭവിക്കരുതെന്ന് പ്രാർത്ഥിച്ചത് തന്നെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് സംഭവിച്ചു പോയി. പക്ഷെ എങ്കിലും ദാവീദ് പറയുകയാണ്, അവൻ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്ന ദൈവമാണ്. ആമേൻ. ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഇങ്ങനൊരു ജീവിതം, ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഇങ്ങനൊരു തകർച്ച. പക്ഷെ എങ്കിലും ആ വേദന ജീവിതത്തിൻ്റെ മുൻപിൽ വെളിപ്പെട്ടു. ഒരു ദൂത് ഞാൻ അവിടെ നിന്ന് പറയട്ടെ, പ്രാർത്ഥിച്ചിട്ടും നീ പ്രാർത്ഥിച്ച വിഷയം നിനക്കും സംഭവിച്ചിട്ടില്ലെങ്കിൽ, നീ ആഗ്രഹിച്ചതിന് വിപരീതമാണ് നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് നിന്നെക്കുറിച്ച് വ്യത്യസ്തമായൊരു പ്ലാനുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ച് നീ കാണാത്തൊരു പദ്ധതി നിന്നെക്കുറിച്ചുണ്ട്. ആരോടൊക്കെ ദൈവം വ്യക്തമായി ഇടപെടുക, കുഞ്ഞ് പ്രാർത്ഥിച്ചതിന് വിപരീതമായി നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയുമ്പോ ആ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന് വ്യത്യസ്തമായൊരു പ്ലാൻ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മമായി കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. ദാവീദ് പറഞ്ഞതും ആഗ്രഹിച്ചതും അല്ല. ശൗൽ ഗത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുക. ഗത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ദാവീദിന് മനസ്സിലായി, ഇനി അധികകാലം ഒളിച്ചിരിക്കാൻ കഴിയില്ല, അധികകാലം ഒളിച്ചിരിക്കാൻ കഴിയില്ല. ദാവീദ് എന്ത് ചെയ്തെന്നറിയാമോ? ദാവീദ് ഓടി ഗത്തിലെ രാജാവിൻ്റെ അടുക്കലോടി. ഗത്തിന്റെ രാജാവിൻ്റെ അടുക്കലോടി. ദാവീദ് ഗത്തിലെ രാജാവായ അഗീഷിന്റെ അടുക്കലോടി. അഗീഷ് ദാവീദിനെ കണ്ടപ്പോൾ, ദാവീദിനെ കണ്ടപാടെ അഗീഷിന്റെ കൂട്ടാളികൾ പറഞ്ഞു, ഇവനല്ലേ ഇസ്രായേലിന്റെ രാജാവായ ദാവീദ്? ഇവനെ കുറിച്ചല്ലേ രാജ്യം മുഴുവൻ ഏറ്റുപാടിയത്? നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. വായിച്ച വാക്യത്തിന്റെ 11ാമത്തെ വാക്യമാണ് ഞാൻ പറയുന്നത്, 11ാമത്തെ പദം. ഇവനെ കുറിച്ചല്ലേ ഇസ്രായേലിന്റെ രാജ്യം പാടിയത്? ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഇവൻ സാധാ പുള്ളിയല്ല, 10,000 യുദ്ധത്തിൽ തോൽപ്പിച്ചൊരു യോദ്ധാവാണ്. അഗീഷ് പേടിച്ചു. ഹലോ, ഗത്ത് എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ രാജ്യമാണ്, ഒരു നാട്ടുരാജ്യമാണ്. അവിടെയുള്ള രാജാവ് ഇത് കേട്ടതും ഭയന്നു പോയി. അപ്പോൾ ദാവീദ് എന്ത് ചെയ്യുന്നത് കേട്ടോ? ദാവീദ് ബുദ്ധിഭ്രമം നടിച്ചു. ഹലോ, ദാവീദിന്റെ പ്ലാൻ ബിയാ. 2-3 സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാവീദ് തന്റെ മകനായ അബീമേലെക്കിന്റെ മുൻപിൽ നിന്ന് ബുദ്ധിഭ്രമം നടിച്ചു. ഇവിടെയും ഗത്തിലെ രാജാവായ അഗീഷിന്റെ മുൻപിൽ ബുദ്ധിഭ്രമം നടിച്ചു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഭ്രാന്തനെ പോലെ അവൻ അഭിനയിക്കാൻ തുടങ്ങി. രാജാവും രാജ്യവും കണ്ടു നിൽക്കെ അവൻ്റെ വായിൽ നിന്നും നുരയും പതയും പുറത്തു വന്ന് കണ്ടാൽ അറപ്പ് തോന്നുന്ന രീതിയിൽ, ആരാണെന്ന് ചിന്തിക്കണേ, അഭിഷിക്തനാ. ആരാ? അഭിഷിക്തനാ, അഭിഷേകം ചെയ്യപ്പെട്ടവനാ. ഇശായിയുടെ കൂടാരത്തിനകത്ത് രാജാവിനെ കണ്ടെന്ന് ശമൂവേൽ പ്രവചനം പറഞ്ഞവനാ.
അഭിഷേക തൈലം വീണവൻ ഗോലിയാത്തിനെ ഒറ്റയടിക്ക് തറയിലിട്ട് അവന്റെ വാളൂരി ഗോലിയാത്തിന്റെ തലയെ അറുത്തെടുത്ത് ദാവീദ് കണ്ടോ, ജീവരക്ഷയ്ക്ക് വേണ്ടി ബുദ്ധിഭ്രമം അടിക്കുകയാ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിനകത്ത് ഒരു ഭ്രാന്തനായവൻ മാറി, ഭ്രാന്തനായി മാറി. അഗീഷ് രാജകൊട്ടാരത്തിൽ രാജസിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു, ഇവനോ 10,000 കൊന്നവൻ? ഇവനെ കണ്ടാൽ ഒരു ഭ്രാന്തനല്ലേ? അഗീഷ് പറഞ്ഞൊരു പദമുണ്ട്, ഇവനെ ഗത്തെന്ന രാജ്യത്ത് നാട്ടിക്കളക എന്ന് പറഞ്ഞാൽ അഭയം തേടിപ്പോയതാ, അഭയം കിട്ടാതെ ആട്ടിക്കളയുക. ആട്ടിഗ്യത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ദാവീദ് വരുന്ന വഴിക്ക് പാടി വന്ന സങ്കീർത്തനമാണ് കുഞ്ഞേ. അവിടെ വചനം പറയുന്നു, ദൈവം എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ ദൈവത്തിന്റെ തുരുത്തിയിൽ ഇല്ലയോ, അവന്റെ പുസ്തകത്തിൽ അവൻ എഴുതിയിട്ടില്ലയോ? കരമടിച്ച് ആ ദൈവത്തെ സ്തുതിക്കണം. അവിടെ ദാവീദ് പറയുകയോ, ഞാൻ അഭയം തേടിയെടുത്തൊന്നും എനിക്ക് അഭയം കിട്ടിയില്ല, ഞാനൊരു ഭ്രാന്തനായി മാറി, ഭ്രാന്തനായി അഭിനയിക്കേണ്ടി വന്നു. എങ്കിലും ദാവീദ് പറയുക, എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഇങ്ങനൊരു ദൂത് ഞാൻ കൈമാറാൻ പ്രിയരെ. നീ കരഞ്ഞ സ്ഥലവും നീ കരഞ്ഞ തീയതിയും നീ കരഞ്ഞ ടൈമും എൻ്റെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ എവിടെയൊക്കെ വേദനിച്ചിട്ടുണ്ടോ അതെല്ലാം അവൻ എണ്ണി തീട്ടപ്പെടുത്തി വച്ചിട്ടുണ്ട്. അവേ ദാവീദ് പറയുകയോ, എൻ്റെ ദൈവം പ്രിയരേ, ഈ ദാവീദാ ഗത്തിൽ ഭ്രാന്തനായി ഓടിയവനാ. ഹലോ 2 ശമൂവേലിന്റെ പുസ്തകത്തിലും നിങ്ങൾ എടുക്കണ്ട 7-ാം അധ്യായം 8 മുതലുള്ള വാക്യത്തിൽ അവന്റെ 16-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ദാവീദ് പാടുന്നൊരു പാട്ടുണ്ട്, യഹോവേ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനാർ, എൻ ഗ്രഹവും എന്തുള്ളൂ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, കഷ്ടത താൽക്കാലികമാണ്, വാഗ്ദത്തം നിത്യമാണ്. നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ആമേൻ, ഹല്ലേലൂയ. ഈ കഷ്ടത താൽക്കാലികമാണ്, വാഗ്ദത്തം നിത്യമാണ്. കഷ്ടത താൽക്കാലികമാണ്, വാഗ്ദത്തം നിത്യമാണ്. നിന്റെ ഉഴൽച്ചിലുകളെ എണ്ണുന്നൊരു ദൈവമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാ, അവൻ നിന്റെ കഷ്ടതയുടെ നാളുകളെ 1, 2, 3, 4, 5, 6 എണ്ണി അവന്റെ പുസ്തകത്തിനകത്ത് ദൂതന്മാർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു നാൾ അവൻ നീതിയോട് അവൻ ദിനവൃത്താന്ത പുസ്തകത്തെ തുറക്കുമ്പോ നീ കഷ്ടപ്പെട്ട രാത്രികൾ കൊത്തവണ്ണ്, നീ കരഞ്ഞ നാളുകൾ കൊത്തവണ്ണ്, പച്ചപ്പുഴും തുള്ളനും വെട്ടിക്കിളിയോ തിന്നു കളഞ്ഞ സംവത്സരത്തിന് അവൻ നിനക്ക് പകരം പ്രിയരെ, ഒരു ഉറപ്പ് ഞാൻ പറയാം, നീ അനുഭവിച്ച കഷ്ടതകളെല്ലാം ദൈവം എണ്ണിയിട്ടുണ്ട്. കഷ്ടതകളെല്ലാം എണ്ണിയിട്ടുണ്ട്. ചിലരൊക്കെ അനുഗ്രഹിക്കപ്പെടും ഭയങ്കര അസൂയ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരിക്കലും ഇല്ലാത്ത അസൂയ അങ്ങ് വരും. എത്ര അസൂയപ്പെട്ടിട്ടും കാര്യമില്ല.
കാരണം അവരനുഭവിച്ചതെല്ലാം ദൈവം എണ്ണി വെച്ചിട്ടുണ്ട്. അമ്മേ, ഏറ്റവും കൂടുതൽ കരഞ്ഞവർക്കാ ഏറ്റവും കൂടുതൽ അനുഗ്രഹം. വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ കരഞ്ഞവരുടെ രാജ്യത്തോ ദൈവം സ്ഥിരമാക്കുന്നവർ. ഏറ്റവും കൂടുതൽ വേദനിക്കപ്പെട്ടവരുടെ തലമുറകളെയോ എൻ്റെ ദൈവം ആലയത്തിന്റെ പണിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നവർ. ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെട്ടവരുടെ ഭാവിയെ ദൈവം ഉയർത്തുന്നവർ. ആരെല്ലാം എതിരായി നിന്നാലും ഈ പകൽ ധൈര്യത്തോടെ വരാ. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ പറയാ, ഇന്ന് കഴിക്കാൻ ആഹാരമില്ലയോ? ഭാരപ്പെടണ്ട. നീ ആയിരിക്കും ഏറ്റവും കൂടിയ ആഹാരം ദൈവം തരുന്നത്. നിനക്കായിരിക്കും രാജകീയ മന്മ ദൈവം തരുന്നത്. എങ്ങനെയുള്ളവന്? ദൈവത്തെ സത്യസന്ധമായി സേവിക്കുന്നവന്. ഇന്ന് ഭരിക്കാൻ വസ്ത്രമില്ലേ? ഭാരപ്പെടണ്ട. നീ ആയിരിക്കും കണ്ണടയുന്നതിന് മുമ്പ് ദൈവം രാജകീയമായ വസ്ത്രം ധരിപ്പിച്ച് പിന്നെ ആവരിക്കുന്നത്. ആമേ, നീ അനുഭവിച്ചതെല്ലാം ദൈവം എണ്ണി വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ മറന്നു പോവല്ലേ? ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, 2024 ഒക്ടോബറിൽ വേറെ വിഷയം അല്ല, വല്ലതും പിടി കിട്ടുന്നുണ്ടോ? 2024 ഒക്ടോബറിൽ വേറെ വിഷയം, 2025 ഒക്ടോബർ ആയപ്പോൾ വേറെ വിഷയം. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? അയ്യോ, ഇവിടെ നിപ്പിൽ നോക്കിയാൽ 24 എന്ത് സംഭവിച്ചത് നമ്മൾ മറന്നു. നമ്മൾ എന്താനൊക്കെ പാടി നമ്മളിഞ്ഞ് നിൽക്കുക. പഴയ കാലങ്ങളെല്ലാം മറന്നു. ഓർത്താൽ എവിടെയൊക്കെ ചില ഓർമ്മകൾ. നമ്മൾ അതിനകത്ത് കണ്ണുനീരൊക്കെ കയറ്റി സാക്ഷിയൊക്കെ അങ്ങ് പറയും. പക്ഷെ സത്യസന്ധമായി കരഞ്ഞ രാത്രികൾ നമ്മൾ മറന്നു. ഹലോ, ഇമ്മലകളിൽ വന്ന വഴികൾ നമ്മൾ മറന്നു. ആ ചോർന്നൊലിക്കുന്ന ഓരപ്പഴ നമ്മൾ മറന്നു. ഹലോ, മുഴുകുവാൻ വേണ്ടി ചാണകത്തിന് വേണ്ടി ഓടി നടന്ന കാലം നമ്മൾ വല്ലതും പിടികിട്ടുന്നുണ്ടോ? ആഹാരമില്ലാതെ നോക്കിയിരുന്ന കാലം നമ്മൾ മറന്നു. ബസ് കയറിപ്പോകാൻ പണമില്ലാതെ കാത്തിരുന്ന കാലം നമ്മൾ മറന്നു. ഇന്ന് നമുക്ക് വേറെ വിഷയമാ. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിലെ ദാവീദ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിന്റെ പുസ്തകത്തിൽ അത് ഇല്ലയോ? ഇടയ്ക്കൊക്കെ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഞാൻ കരഞ്ഞതൊക്കെ നിന്റെ പുസ്തകത്തിലില്ലയോ? ദിനവൃത്താന്ത പുസ്തകത്തിലില്ലയോ? ദൈവം പറയും, നീ നിന്റെ ഉഴൽച്ചകളെ മറന്നാലും ഞാൻ അതെല്ലാം എണ്ണി ഈ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട് കുഞ്ഞേ. വല്ലം പിടികിട്ടുന്നുണ്ടോ? വേദപുസ്തകത്തിനകത്ത് എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, കാലഘടികാരങ്ങൾ തിരിഞ്ഞു. ദൈവത്തിന് അതാ പദം, ദൈവത്തിന് മൊർദെഖായെ മാനിക്കാൻ സമയമായി. വല്ലം പിടികിട്ടിയോ? ദൈവത്തിനൊരു സമയമുണ്ടെന്ന് കുഞ്ഞെ നിന്നെ മാനിക്കാൻ. ദൈവത്തിനൊരു സമയമുണ്ട് നിന്റെ തലമുറകളെ മാനിക്കാൻ. അങ്ങനെ വചനം പറയുന്നു, കാലഘട്ടങ്ങൾ തിരിഞ്ഞു. ദൈവത്തിന് മൊർദെഖായെ മാനിക്കാൻ സമയമായപ്പോ അഹശ്വേരോശ് രാജാവിന്റെ ഉറക്ക് ദൈവം കെടുത്തി. അഹശ്വേരോശ് രാജാവ് ദിനവൃത്താന്ത പുസ്തകം തുറന്ന് ഈ പകൽ ദൈവം പറയുന്നു, എനിക്കും നിന്നെ മാനിക്കാൻ സമയമായി. കരയുന്ന മാതാവേ, വിലപിക്കുന്ന പിതാവേ, എനിക്കും നിന്റെ കുടുംബത്തെ മാനിക്കാൻ സമയമായി. ദൈവത്തിന് നമ്മെ മാനിക്കാനൊരു സമയമുണ്ട്.
ദൈവത്തിന് മാനിക്കാനൊരു സമയമുണ്ട്. അന്ന് ദൈവം ചെയ്യുന്നത് എന്തെന്ന് കേട്ടോ? ദൈവം ആരോടും ചോദിക്കില്ല. നിന്റെ ഉഴൽച്ചകളെ എണ്ണി തിട്ടപ്പെടുത്തിയ പുസ്തകമില്ലേ, ദൈവം അങ്ങ് തുറക്കും. ദൈവം അങ്ങ് തുറക്കും. ദൈവം അങ്ങ് തുറക്കും. ഹലോ, നമ്മളെപ്പോഴും പാടും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും വല്ല ഉറപ്പുണ്ടോ? വല്ല ഉറപ്പുണ്ടോ? ആ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിലേ, ആ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിലേ, അന്ത്യർക്കോണ സഭയിൽ പേരുണ്ടോന്നല്ല. ഹലോ, സബിംബാസ കോണ്ടാക്ട് ലിസ്റ്റിൽ പേരുണ്ടോന്നല്ല. വല്ലം പിടി കിട്ടുന്നുണ്ടോ? വല്ലം പിടി കിട്ടുന്നുണ്ടോ? ഈ പകൽക്കാലം ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ നിന്റെ പേർ ദിനവൃത്താന്ത പുസ്തകത്തിലുണ്ട്. വല്ലം പിടി കിട്ടുന്നുണ്ടോ? പള്ളി വന്നവ കൊണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ പേര് കാണില്ല. കരഞ്ഞതുകൊണ്ടും ചാടിയതുകൊണ്ടും പേര് കാണില്ല. ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ നിന്റെ പേർ ദിനവൃത്താന്ത പുസ്തകത്തിൽ കാണും. ഓ, അതുകൊണ്ടാണ് ഭക്തന്മാരുടെ ഉറപ്പതാണ്, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും ആ ഉറപ്പുണ്ടെങ്കിലോ പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. പ്രിയരെ, ഞാൻ ഇങ്ങനെ പറയാം, ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ ദിനവൃത്താന്ത പുസ്തകത്തിലും നിന്റെ പേരുണ്ടാകും. ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്റെ പേരുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയൊരു സമയമുണ്ട്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ സമയമുണ്ട്. നീ അനുഭവിച്ച ഉഴൽച്ചകളെ എണ്ണി എണ്ണി എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ദൂതന്മാർ നിന്റെ പേരെടുക്കുമ്പോ നീ അനുഭവിച്ച ഉഴൽച്ചകൾ കോത്തവണ്, നീ ഒരുക്കിയ കണ്ണുനീർ തുള്ളികൾ കോത്തവണ് അവൻ നിനക്ക് പ്രതിഫലം തരുന്നൊരു ദിവസമുണ്ട്. റാം ധുരി ഖമന മന ധുരി ഖമന ബലഗടക. അന്ന് നീ മാത്രമല്ല, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ രാജ്യത്വം അവൻ സ്ഥിരമാക്കും. നീ ഒരിക്കൽ ഓരോ തുള്ളിക്കണ്ണുനീരും ശേഖരിച്ചു വച്ചിരിക്കുന്ന തുരുത്തിയുമായി ദൈവിക ദൂതന്മാർ നടന്നു വരും. ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ ലോകത്തിലെ ഒരു സ്കാനിങ് സെന്ററിലും ഒരു ലബോറട്ടറിയിലും നിന്റെ കണ്ണുനീരിനെ ടെസ്റ്റ് ചെയ്ത് നീ അനുഭവിച്ച വേദനകളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഒരുപക്ഷെ കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുമായിരിക്കാം, അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. പക്ഷെ നിന്റെ വേദനകളെ ഫിൽട്ടർ ചെയ്ത്
നീ ഒരുക്കിയ കണ്ണുനീരിൻ്റെ വിഷയം എന്തെന്ന് വേർതിരിച്ച് ഫിൽട്ടർ ചെയ്ത് മറുപടി തരുന്നൊരു ലബോറട്ടറി സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ. ഒരു സബിംബാസ്ർക്കും നിന്റെ വേദന അറിയില്ല, അടുത്തിരിക്കുന്ന ആർക്കും നിന്റെ വേദന അറിയില്ല. പക്ഷെ അറിയുന്നൊരു ദൈവമുണ്ട്. എൻ്റെ മുമ്പിൽ സമയമില്ല, ഞാൻ 2 വ്യക്തികളെ വേഗത്തിൽ നിങ്ങളുടെ മുൻപിൽ നിർത്തട്ടെ. ഒരുവന്റെ പേര് ഊസ്തേശത്ത്, ധനവാനായിരുന്നു, സ്വർഗം ക്വാളിറ്റി പറഞ്ഞ ഭക്തനായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് അവനുണ്ടായിരുന്ന ഓരോന്നായി നഷ്ടപ്പെട്ടു. ഒന്ന്, അവൻ്റെ ധനം നഷ്ടപ്പെട്ടു. 2, അവൻ്റെ തലമുറകൾ നഷ്ടപ്പെട്ടു. ഞാൻ ആഴത്തിലേക്ക് പോകുന്നില്ല. 3, അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. പുഴുക്കൾ പോലും പുറത്തു വരത്തക്ക രീതിയിൽ ശത്രു അവൻ്റെ ആരോഗ്യത്തെ എടുത്തു. 4, അവൻ്റെ കുടുംബത്തെ ശത്രു ചിതറിച്ചു. അർത്ഥം, ഇയ്യോബിന്റെ കഷ്ടത, ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇയ്യോബിന്റെ ഉഴൽച്ചലകളെ നമുക്ക് എണ്ണാൻ കഴിയുമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഓരോന്നോരോന്നായി എണ്ണാമായിരുന്നു. പക്ഷെ 38-ാമത്തെ അധ്യായം കഴിഞ്ഞപ്പോൾ ചുഴലിക്കാറ്റിൽ ഇയ്യോബിൻ ദൈവിക സമയം വെളിപ്പെടുത്തി ഉത്തരമായി ദൈവം ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ച കഷ്ടതയ്ക്ക് തത്തുല്യമായെന്നല്ല വചനം പറയുന്നത്, ഇരട്ടി അവന് മറുപടി കൊടുത്തു. നീ അനുഭവിച്ച കഷ്ടത എണ്ണി അവിന് നീക്കുമോ കല്ല കുഞ്ഞേ, അവന്റെ ഇരട്ടി മുന്നിൽ വെളിപ്പെടാ പോകുന്ന ദിനരാത്രങ്ങളോ ഈ 2025 ശേഷിക്കുന്ന മാസങ്ങൾ. കരമടിക്കുമെങ്കിൽ മമ്മായി, അന്യഭാഷ പറയുമെങ്കിൽ മമ്മായി, ഈ പകൽ ഈ ദൂതിനോട് നീ ഏറ്റെടുത്തില്ലെങ്കിൽ ഇമ്മ പകൽ ഞാൻ ആമേൻ പറഞ്ഞു സ്വീകരിക്കാം. എമ്പാ നഷ്ടപ്പെട്ട അവന്റെ ഇരട്ടി. ഓ റിബാബാബാബാ, ആത്മാവിനൊരു ദൂത് ഞാൻ ഇങ്ങനെ കൈമാറാം. ദൈവിക സമയം വെളിപ്പെട്ട നിനക്കളക്കാൻ കഴിയാത്ത രീതിയിൽ ഇരട്ടി മിന്നിൽ വെളിപ്പെടു. ഇന്നുള്ളവന്റെ ഇരട്ടി സഭകൾ, ഇന്നുള്ളവന്റെ ഇരട്ടി വിശ്വാസ കുടുംബങ്ങൾ, ഇന്നുള്ളവന്റെ ഇരട്ടി ശുശ്രൂഷ മേഖലകൾ, ഇന്നുള്ളവന്റെ ഇരട്ടി ആരോഗ്യം. ജവളിക്കടയിൽ ബൊമ്മ വന്നിരിക്കുന്ന പോലെ ഇരിക്കാതെ കരമടിച്ചു ദൈവത്തെ ആരാധിക്ക്. ഈ പകൽക്കാലം സ്വീകരിക്കൂ ദൂത്. ഇന്ന് പകൽക്കാലം നിന്റെ അപ്പന് വരാൻ കഴിയാത്തവ, നിന്റെ അമ്മയ്ക്ക് വരാൻ കഴിയാത്തവ, ഉലകത്തിൽ ആർക്കും ചെയ്ത് വരാൻ കഴിയാത്തവ ഇന്ന് പകൽ ഇറങ്ങി വിൽക്കുന്ന എനിക്കറിയാം മമ്മായി ദൈവിക ദൂത് ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. നിങ്ങൾ അതുപോലെ ആ ദൂതിനെ സ്വീകരിക്കുന്നുണ്ട്. ഒറ്റ ദൂതും കൂടെ പറഞ്ഞിട്ട് നമ്മൾ ആരാധിക്കാൻ പോവാ. എന്താ നമ്മൾ കേട്ടത്?
നമ്മുടെ ഉഴച്ചിലുകളെ എണ്ണി, ഹലോ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, നമ്മുടെ ഉഴച്ചിലുകളെ എണ്ണി അറിയുമ്മ അമ്മ യോബിന്റെ ദൈവം അവന്റെ വേദന എണ്ണി അവൻ അനുഭവിച്ചവന്റെ ഇരട്ടി ദൈവം മറുപടി കൊടുത്തു. വേറൊരു ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്താൻ പോവുക. വേറെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ട ഒരു ദൈവപ്രവർത്തി ഞാൻ പരിചയപ്പെടുത്താൻ പോവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കുക. വചനം പറയുന്നു, യോസേഫിന്റെ ജീവിതത്തിൽ അപ്പൻ കൊടുത്ത വസ്ത്രത്തെ സഹോദരന്മാർ കീറിയെടുത്തു. ഹലോ, പോത്തിഫർ കൊടുത്ത വസ്ത്രത്തെ, ഹലോ, പോത്തിഫറിന്റെ ഭാര്യ കീറിയെടുത്തു. പക്ഷെ കീറിയെടുക്കാൻ കഴിയാത്ത ഒരു വസ്ത്രം സ്വർഗത്തിൽ യോസേഫിന് വേണ്ടി ദൈവം തയ്ക്കുന്നുണ്ടായിരുന്നു. യോസേഫിന്റെ ജീവിതത്തിൽ വന്ന ഉഴച്ചിലുകള് ലോകത്തിന് എണ്ണാൻ കഴിയുമായിരുന്നു. പക്ഷേ വചനം പറയുന്നു, യോസേഫിനെ ദൈവം അനുഗ്രഹിച്ചപ്പോ അവനെ ആളമ്മ വിത്തപ്പെടുത്താൻ കഴിയാത്തവണ്ണ് അവനെ അനുഗ്രഹിച്ചു. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ?